രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ നോക്കിയാലോ? ഒരു ചായയൊക്കെ വെച്ചിട്ട് അടുക്കളയിലിരിക്കുന്ന പ്ലാന്റ്സിനൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് അപ്പവും കടലക്കറിയുമാണ്. അത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ് അപ്പത്തിൻ്റെ കൂടെ കടലക്കറി. അപ്പോൾ തലേദിവസം അപ്പത്തിന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കടലക്കറിക്ക് വേണ്ടിയിട്ട് ഒരു സവാളയും കുറച്ച് ചെറിയ ഉള്ളിയും ഒരു പച്ചമുളകും ഒരു തക്കാളിയുടെ പകുതിയുമാണ് എടുക്കുന്നത്. ഞാൻ അതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് കുക്കറിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലായിരുന്നു. തക്കാളി ഫുള്ളും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ, പകുതി തക്കാളിയെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ആദ്യം കുക്കറിലേക്ക് കഴുകിയ കടലയൊക്കെ ഇട്ടിട്ട് ഉള്ളിയും എല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് ഒരു 2 വിസിൽ അടിച്ചെടുക്കും കേട്ടോ. 2 വിസിൽ ചെറിയ തീയിൽ, പിന്നെ കുറച്ച് നേരം കൂടി. അപ്പോഴത്തേക്ക് ഞാൻ അപ്പമൊക്കെ ഒന്ന് ചുട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത്. പൂ പോലെ തപ്പം വേണ്ടുകൊണ്ട് പൂ പോലെ തപ്പം ഞാൻ കുറച്ച് ചുട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പം കറി ഏകദേശം ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പമൊക്കെ ചുട്ട് തീർന്നപ്പോഴത്തേക്കും കടലക്കറി ഞാൻ നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കുകയും ചെയ്യുന്നത്. കാരണം കടലക്കറിയിൽ കടലയൊന്നും അങ്ങനെ ആരും പെട്ടെന്ന് എടുത്ത് കഴിക്കുകയൊന്നുമില്ല. അപ്പം നന്നായിട്ട് ഉടച്ച് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ മക്കൾ കടലയൊക്കെ കഴിക്കും കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് കടലക്കറിക്ക് വേണ്ടിയിട്ട് കടുകൊന്ന് താളിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പൊടികളൊക്കെ ഒന്ന് ചേർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്നുമില്ല, മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും പിന്നെ അല്പം കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് മീറ്റ് മസാല, ബിരിയാണിക്ക് വേണ്ടിയിട്ട് എടുത്ത് വെച്ചേക്കുന്ന മസാല ഉണ്ടല്ലോ, അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ ലഞ്ചിന് വേണ്ടിയിട്ട് ഇന്ന് മുട്ട പൊരിച്ചതും ബീട്രൂട്ട് തോരനും പിന്നെ കുറച്ച് ചെമ്മീൻ ഫ്രൈ ചെയ്തതും പിന്നെ സാമ്പാർ ഉണ്ടായിരുന്നു, അതുമായിരുന്നു കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ പെട്ടെന്ന് ചോപ്പറിലിട്ടാണ് ബീട്രൂട്ട് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. എനിക്കതാണ് എളുപ്പം. ചോപ്പറിലാകുമ്പോൾ നല്ല ഒരേപോലെ വരികയും ചെയ്യും, പെട്ടെന്ന് വെന്തും കിട്ടുകയും ചെയ്യും. പിന്നെ ഞാനധികം ഒരു സവാളയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബീട്രൂട്ട് കട്ട് ചെയ്ത സമയമായതുകൊണ്ട് പെട്ടെന്ന് അവരുടെ ലഞ്ച് ബോക്സ് അങ്ങ് തയ്യാറാക്കി എടുക്കുകയാണ് ചെയ്തത്. ചെമ്മീനാണെങ്കിൽ വളരെ അരപ്പ് കുറച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്.